അപ്പോൾ മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടുള്ള മറ്റൊരു ഏരിയയിലേക്ക് നമ്മൾ പോവുകയാണ്. നോൺ മെൻഡേലിയൻ ലോസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. നോൺ മെൻഡേലിയൻ ലോസ് ഓഫ് ഇൻഹെറിറ്റൻസ്. ഇവിടെ നമുക്ക് 5 കാര്യങ്ങളാണ് മെയിൻലി ഫോക്കസ് ചെയ്യാനുള്ളത്. അതിൽ ഒന്നാമതായിട്ട് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ മെൻഡലിനെ സംബന്ധിച്ചോളം അദ്ദേഹം പറഞ്ഞിട്ടുള്ള ആ ഡോമിനൻറ്റ് ക്യാരക്ടേഴ്സും റിസീവ് ക്യാരക്ടേഴ്സിനെ കുറിച്ചൊക്കെ അറിയാം അല്ലേ. പക്ഷേ സ്നാപ് ഡ്രാഗൺ, അതെ, ഡോഗ് ഫ്ലവർ എന്ന് പറയുന്ന സ്നാപ് ഡ്രാഗൺ, അതോടൊപ്പം തന്നെ മിറാബിലസ് ജലാപ്പ എന്ന് പറയുന്ന 4 o'clock പ്ലാന്റ്, അവൽ കാണിക്കുന്ന ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ഉണ്ട്. അതായത് ആ പ്രോജനി ഒരു ഇൻ്റർമീഡിയറ്റ് ക്യാരക്ടർ കാണിക്കുമല്ലോ, അതുമായി ബന്ധപ്പെട്ട ഒരു ഭാഗം അവിടെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഒരു റിപ്പീറ്റഡ് ആയിട്ടുള്ള ഏരിയയാണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. അതുപോലെ തന്നെ കോ ഡോമിനൻസ് അല്ലേ. ഒരു ജീനെ സംബന്ധിച്ചോളം അവരുടെ അലീലുകൾ അല്ലേ എക്സ്പ്രസ് ചെയ്യാറുണ്ട്. ആ അലീലുകൾ ഇപ്പോൾ ഒരുമിച്ച് എക്സ്പ്രസ് ചെയ്യുന്ന കണ്ടീഷനുകൾ ചില ഹൈബ്രിഡുകൾ കാണിക്കാറുണ്ട്, അല്ലെങ്കിൽ ചില പ്രോജനീസ് കാണിക്കാറുണ്ട്. നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പിങ്ങിലൊക്കെ നമ്മൾ കാണുന്ന ഒരു സിസ്റ്റമാണ് എന്ത്, കോ ഡോമിനൻസ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ മൾട്ടിപ്പിൾ അലീലിസം ഉണ്ട്. മൾട്ടിപ്പിൾ അലീലിസം എന്ന് പറയുമ്പോൾ ഒരു ജീന് തന്നെ വ്യത്യസ്തമായിട്ടുള്ള അലീലുകൾ വരുന്ന ഒരു കണ്ടീഷനാണ്. നമുക്ക് നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ടല്ലോ, ABO ബ്ലഡ് ഗ്രൂപ്പിംഗ്, അതിൽ I എന്ന് പറയുന്ന ജീനാണ് ബ്ലഡ് ഗ്രൂപ്പിങ്ങിനെ കൺട്രോൾ ചെയ്യുന്നത്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ I ജീൻ അവയിൽ തന്നെ 3 അലീലുകളുണ്ട്. IA ഉണ്ട്, IB ഉണ്ട്, അതോടൊപ്പം സ്മാൾ ഐ അല്ലേ, അങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ മൾട്ടിപ്പിൾ അലീലിസം എന്ന് പറയുന്ന കണ്ടീഷൻ ബ്ലഡ് ഗ്രൂപ്പിങ്ങുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുക. പ്ലിയോട്രോപ്പി ഉണ്ടല്ലേ. പ്ലിയോട്രോപ്പിയിൽ എന്താ പറയുക, ഒരു സിംഗിൾ ജീൻ ഒന്നിലധികം ക്യാരക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യുന്നു. അത് സ്റ്റാർച്ച് സിന്തസിസും PCD ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. പിന്നെ പോളിജനിക് ഇൻഹെറിറ്റൻസ്, നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരരുത്. പോളിജനിക് ഇൻഹെറിറ്റൻസ് പറയുന്നതെന്ന് പറയുന്നത് ഒന്നിലധികം ജീനുകൾ അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്ന ഒന്നിലധികം ജീനുകൾ വരുന്നു അല്ലേ. നമ്മുടെ ഹൈറ്റ് ആയിക്കോട്ടെ, നമ്മുടെ കളർ ആയിക്കോട്ടെ, അത് ഓരോ ക്യാരക്ടേഴ്സാണ്. ഓരോ ക്യാരക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യുന്നത് ഒന്നിലധികം ജീനുകളാണെങ്കിൽ അതിനെ വിളിക്കുന്നവരാണെന്ത്, ഈ പറയുന്ന പോളിജനിക് ഇൻഹെറിറ്റൻസ്. എങ്കിൽ പ്ലിയോട്രോപ്പിയിൽ എന്താണ്, പ്ലിയോട്രോപ്പി എന്ന് പറഞ്ഞാൽ ഒരു ജീൻ ഒന്നിലധികം ക്യാരക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണെന്ത്, നോൺ മെൻഡേലിയൻ ലോസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്ന ആ ഭാഗം.